ചെറുപുഴ ബസ് സ്റ്റാൻഡിലെ വാഗമരം കടപുഴകി വീണതോടെ സമീപത്തുള്ള മറ്റൊരു മരം അപകടം വരുത്തുമോ എന്ന ആശങ്കയിലാണ് യാത്രക്കാരും നാട്ടുകാരും. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ബസ് സ്റ്റാൻഡിന്റെ മേലെ വശത്ത് പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തോട് ചേർന്ന് നിന്നിരുന്ന വലിയ മരമാണ് അർദ്ധരാത്രിയോടെ കടപുഴകി വീണത്. മരത്തിന്റെ കമ്പുകളിൽ ഇലത്തൂക്കം കൂടുതലായത് അപകടം വരുത്തുമോ എന്ന സംശയത്തിൽ 4 മാസം മുൻപാണ് ഒരു ഭാഗത്തെ കമ്പുകൾ വെട്ടിമാറ്റിയത്. അത് ഗുണകരമായി എന്ന് വേണം കരുതാൻ. മരത്തിൽ ശേഷിക്കുന്ന ഇലത്തൂക്കമുള്ള ഭാഗത്തേക്കാണ് മരം മറിഞ്ഞു വീണത്. സംഭവം ഉണ്ടായ ഉടൻ തന്നെ പെരിങ്ങോത്ത് നിന്ന് ഫയർഫോഴ്സ് സംഘമെത്തി മരത്തിന്റെ കമ്പുകൾ മുറിച്ചു മാറ്റി. സമീപത്തുണ്ടായിരുന്ന വൈദ്യുതി തൂൺ പൊട്ടിവീണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരുന്നു. വൈദ്യുതി ജീവനക്കാർ രാവിലെ തന്നെ പോസ്റ്റ് മാറ്റി പെട്ടെന്ന് തന്നെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. പകൽ സമയത്ത് മരത്തിന്റെ സമീപത്ത് നിരവധി ബൈക്കുകളും മറ്റും പാർക്ക് ചെയ്യാറുണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലയിലേക്കുള്ള ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതും ഇവിടെയായിരുന്നു. ഈ ഭാഗത്താണ് അത്യാഹിതം ഉണ്ടായത്. സംഭവം അർദ്ധരാത്രിക്ക് ശേഷമായതിനാലാണ് കൂടുതൽ അപകടങ്ങൾ ഒഴിവായത്. തണൽമരത്തിന്റെ അടിഭാഗം കേടുവന്ന് ദ്രവിച്ചാണ് മരം കടപുഴകി വീണത്. ഇതിനോടൊപ്പം തന്നെ മറ്റു ഭാഗത്ത് നിൽക്കുന്ന മരവും ഇതുപോലെ അപകടം വരുത്തിവെക്കുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാരുള്ളത്. തണൽമരം നല്ലതാണെങ്കിലും അപകട സാധ്യതയുള്ള തണൽമരം എങ്ങനെ നിലനിർത്തും എന്ന ചോദ്യമാണ് ഉയരുന്നത്. ബന്ധപ്പെട്ടവർ ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.